ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാനാണ്. ചെയിനും സ്പോക്കറ്റും സെറ്റപ്പാടി മാറുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡറൊക്കെ നോക്കുമ്പോൾ ലൈൻഡറൊക്കെ നല്ല ലൈൻഡറാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ചെയിൻ സ്പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയിനും 2 സ്പോക്കറ്റും കൂടിയിട്ടാണ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. അതായത് ഇതേപോലെ കിറ്റായിട്ടാണ് വരാം. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കിൽ വന്ന വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ അതിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പ്ലേ കൂടുതലായിട്ട് വരുന്ന ചെയിൻ ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി മാറ്റി റീസെറ്റ് ചെയ്യേണ്ടത്. അതാണ് ബാക്ക് ചെയിൻ സ്പോക്കറ്റുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് വരുമ്പോഴത്തേക്കും ചെയിൻ സ്പോക്കറ്റ് റേറ്റ് വരാമെന്ന് പറഞ്ഞാൽ 1031 രൂപയാണ് ചെയിൻ കിറ്റ് വരാം. ഹോണ്ടയുടെ കമ്പനി കിറ്റാണ്. വീൽ റബ്ബറിന് 108 രൂപ കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ചെയ്യണത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊരു സൗണ്ടിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ നമ്പർ പ്ലേറ്റ്, ഈ പഞ്ചിങ് ടൈപ്പ് നമ്പർ പ്ലേറ്റ് അത് റിബേറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കാം. അപ്പോൾ അത് ലൂസായതാണ്. അപ്പോൾ അത് നമുക്കത് മാറ്റിയിട്ട് നട്ട് ബോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിടാം. അപ്പോൾ അത് കറക്റ്റ് ടൈറ്റ് ചെയ്താൽ നമുക്ക് നിന്നോളൂ. റിബേറ്റ് ആകുമ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ലൂസായിട്ട് വീണ്ടും ജെർക്കിയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വണ്ടി കഴിയണുള്ളൂ. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.